ഞാൻ റീലിട്ട ടൈമിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വന്ന ഒരു ബുക്കാണ് പ്രൈം പബ്ലിക്കേഷൻസിന്റെ SCERT പള്ളിക്കൂടം. ഈ 2025 5, 7, 9 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അവർ പുതിയ കണ്ടന്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്, ചില കണ്ടന്റുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ചാപ്റ്റേഴ്സിലൊക്കെ ഒരു റീഅറേഞ്ച്മെന്റ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ഈ മാറിയ ക്ലാസ്സുകളിലെ മാത്രം കണ്ടന്റുകൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ട് പ്രൈം ഇറക്കിയ ബുക്കാണ് ഈ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ബുക്ക് വാങ്ങുന്നവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഇതിൽ മാറ്റം വരുത്തിയ ക്ലാസ്സുകളിലെ ചാപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഓൾഡ് നമ്മൾ മാറ്റം വരുത്താത്ത ക്ലാസ്സുകളിലെ ചാപ്റ്റേഴ്സ് ഒന്നുമില്ല. ഞാൻ 3 ബുക്കുകളാണ് വാങ്ങിയത്. മാത്സും സോഷ്യൽ സയൻസും ബേസിക് സയൻസും ആണ്. ഈ SCERTയുടെ ബുക്ക് ഇറങ്ങിയത് ബെസ്റ്റിന്റെയും പ്രൈമിന്റെയും ആണ് എൻ്റെ അറിവില്. ഈ ബെസ്റ്റിന്റെ കാളും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബുക്കാണ് പ്രൈം. ഈ ബുക്കിൽ ക്ലാസ് വൈസ് ആണ് കണ്ടന്റ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ 5ാം ക്ലാസ്സിൽ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ 7ാം ക്ലാസ്, 9ാം ക്ലാസ്, ഇങ്ങനെയാണ് കണ്ടന്റുകൾ നമുക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 5ാം ക്ലാസ്സിലെ ഫുൾ ചാപ്റ്റേഴ്സ് കൊടുക്കും, പിന്നെ 7ാം ക്ലാസ്, പിന്നെ 9ാം ക്ലാസ്, ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. മാത്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇക്വേഷൻസ്, പോയിന്റ്സുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടെസ്റ്റിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സോഷ്യൽ സയൻസിന്റെ കേസ് നോക്കുകയാണെങ്കിലും 5, 7 ക്ലാസ്സുകളിലെ ഓരോ ചാപ്റ്റേഴ്സ് വൈസ് ആണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ബുക്കാണ്. പെട്ടെന്ന് നമുക്ക് SCERT ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ BSc ഇറങ്ങിയ ടൈമിൽ തന്നെ ഫസ്റ്റ് വാങ്ങിയത് ഈ പ്രൈമിന്റെ പള്ളിക്കൂടായിരുന്നു. ഈ ഓരോ ബുക്കിന്റെയും പ്രൈസ് തന്നിരിക്കുന്നത് സോഷ്യൽ സയൻസിന് 230, സയൻസിന് 220, മാത്സിന് 150 ആണ്. അപ്പൊ ടോട്ടല് 600ന്റെ ബുക്കായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് നാട്ടിലെ ബുക്ക് സ്റ്റാളിന് കിട്ടിയത് 480 ബുക്ക് സ്റ്റാളിന് കിട്ടിയിരുന്നത്. 2 ബുക്ക് സ്റ്റാളിൽ ചോദിച്ചപ്പോൾ 2 റേറ്റ് ആണ് പറഞ്ഞത്. അപ്പൊ അവിടുന്ന് ഏറ്റവും കുറവുള്ള ബുക്ക് സ്റ്റാളിൽ കയറിയിട്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. ഈ ബുക്ക് പർച്ചേസ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. മാറിയ ടെക്സ്റ്റ് ബുക്കുകളിലെ കണ്ടന്റ് മാത്രമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. കണ്ടന്റുകൾ വലിച്ചു വാരി കൊടുക്കാതെ ക്യാപ്സ്യൂൾ രൂപത്തിൽ മാത്രമാണ് ഈ ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ബുക്കാണ്.